മുത്തുമണികളെ നമ്മളിന്നത്തെ വൈബർക്ക് എന്താണെന്ന് പറഞ്ഞാൽ കുറച്ച് തെങ്ങിന് തടം തുറക്കുക, വളമിടുക, തോലിടുക, മൂടുക, പിന്നെ ഒരു 3 തെങ്ങിൻ തേക്ക് കുയ്യുത്തുക, ഒരു 10-20 കവുങ്ങിന് കുയ്യുത്തുക, അങ്ങനത്തെ ഓരോ വൈബുകളുടെ മുത്തുമണികളെ. നമ്മൾ വർക്കിലേക്കാണ് കടന്നാലോ. കണ്ടില്ലേ? ആദ്യം തെങ്ങിൻ്റെ മറ്റുള്ള സാധനം ചണ്ടും ചമ്മലൊക്കെ മാറ്റി നമ്മൾ തുടങ്ങും കേട്ടോ. നമുക്കൊരു 10 തെങ്ങേ ഉള്ളൂ കേട്ടോ. 10 തെങ്ങിന് തടം തുറക്കുക, അതെന്ത് ചെയ്യുക, വളമിട്ടിട്ട് തോലിട്ട് മൂടി സെറ്റൊക്കെ. എല്ലാത്തിനും ബിഫോർ ആഫ്റ്റർ ഉണ്ടോ? ബിഫോർ ആഫ്റ്റർ ഇല്ലാത്ത പരിപാടിയില്ല മുത്തുമണികളെ. അങ്ങനെ തടം തുറന്ന് കഴിഞ്ഞാൽ വളമിടണേ, വളപ്പൊടി ഇട്ടുകൊണ്ട് കാണും മുത്തുമണികളെ. അരച്ചാക്ക് ആട്ടുംകാട്ടം പൊടിച്ചതാട്ടോ. എപ്പോഴും പൊടിച്ചതാണ്. ആട്ടുംകാട്ടാണ് ഏറ്റവും ബെറ്റർ. തെങ്ങിന് ഒരു അരച്ചാക്ക് എന്തായാലും ഒരു തെങ്ങിനിടണം കേട്ടോ. അതുണ്ടല്ലേ, ഇതാണ് ആഫ്റ്റർ. ഉണ്ടല്ലേ, ഏതാ ആഫ്റ്റർ. ഇനി നമ്മളേക്ക് എന്ത് ചെയ്യും, തോലിട്ടാണ്ട് എന്ത് ചെയ്യും, മൂടിട്ടോ മുത്തുമണികളെ. കണ്ടില്ലേ, ഇങ്ങനെയാണ് മുത്തുമണികളെ. ഇനി ഇതുമേൽ മാഷാ അല്ലാഹ് ഓർക്കാവിളി കായ്ച്ചട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലേ, പിന്നെ നമ്മളിതാ തോല് വെട്ടിയിരുന്നത്, തോല് പെരക്കാരൻ കൊണ്ടുവന്നിട്ടുണ്ട്. സീമകൊന്നൻ്റെ കൊമ്പാട് ഒരുപാടുണ്ട്. ആയിക്കോട്ടെ, നിങ്ങൾ പെരക്കാരൻ അങ്ങനെ കൊണ്ടുവരും. നമ്മളങ്ങനെ വെട്ടിയിട്ട് അതിട്ട് മൂടിയിട്ടോ ഒക്കെ സെറ്റാക്കി. ഇനി ഒരു 3 മാസം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, വീണ്ടും മോൽക്കതിൻ്റെ മുകളിൽ തോലിട്ട് മൂടാം. അതിനുള്ള മണ്ണും കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. സൈഡിൽ ചെറുതായിട്ട് മണ്ണിട്ടുള്ളൂ. ഈ മൂടുമ്പോൾ കണ്ടമാനം മണ്ണിടേണ്ട ആവശ്യമില്ല, ജസ്റ്റ് പാറ്റിയാൽ മതി. ആ ഇട്ട സംഗതി എന്ത് ചെയ്തത്, ചണ്ടും ചമ്മലും തോലും അമരാള മണ്ണ് മാത്രം ഇട്ടാൽ മതി. ഇനി ഒരു 3 മാസം കൊടുത്താൽ സെറ്റ്. ഈ കൊല്ലത്തെ വളമ ഫുള്ളായി. പിന്നെ മുത്തുമണി നമ്മൾ ലാസ്റ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് കവുന്തേൻ്റെ കുയ്യും അതേപോലെ 3 തെങ്ങുതേൻ്റെ കുയ്യും കുത്താൻ പറ്റും. അതങ്ങനെ കുത്തിയോടെ നമ്മൾ വൈബ് അങ്ങനെ ഫിനിഷ് ആവും. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മുത്തുമണികളെ. അപ്പോൾ അടുത്ത വീഡിയോസ് കാണാം. ഓക്കെ, ഗുഡ് ബൈ, താങ്ക് യു.